നമസ്കാരം. ലോകത്തെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. അതേക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അമേരിക്കൻ പ്രസിഡൻറ്റിന് ഉള്ളതുപോലെയുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ലോകത്തെ മറ്റൊരു ഭരണാധികാരിക്കും ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡൻറ്റ് എവിടെയാണെങ്കിലും, അത് കാറിൽ സഞ്ചരിക്കുമ്പോഴാണെങ്കിലും വിമാനത്തിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ സൈനിക സംവിധാനങ്ങളുമായും ഓഫീസുമായും എല്ലാം തന്നെ നിരന്തരമായി ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവയിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എവിടെയാണോ ഇരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഓഫീസായി വേണമെങ്കിൽ പ്രവർത്തിക്കാം എന്ന രീതിയിലുള്ള അത്രയും കനത്ത സംവിധാനങ്ങളാണ് ട്രംപിനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വിമാനങ്ങളുടെ പേര് എയർഫോഴ്സ് നമ്പർ 1 എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ പടുകൂറ്റൻ വിമാനം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാർ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വലിയൊരു വിമാനം ഇങ്ങനെ ഇറങ്ങി വരുന്നത്. എയർഫോഴ്സ് 1 അമേരിക്കൻ പ്രസിഡന്റുമാർ യാത്ര ചെയ്യാറുള്ളത്. 2 എയർഫോഴ്സ് 1 വിമാനങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുടെ കൈവശമുള്ളത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്തരത്തിലുള്ള ഒരു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അനുഭവം ശരിക്കും അമേരിക്ക മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വിറ്റ്സർലൻഡിലെ ലാവോസിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എയർഫോഴ്സ് 1 വിമാനത്തിൽ പുറപ്പെടുന്നു. വിമാനം ഏതാണ്ട് 1 മണിക്കൂറോളം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വിമാനത്തിലുള്ള ലൈറ്റുകൾ അണയാൻ തുടങ്ങി. എന്തോ സാങ്കേതിക തകരാറുണ്ട് എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഏതായാലും ട്രംപിനെയും അവിടെ ഉണ്ടാകുന്ന മാധ്യമപ്രവർത്തകരെയൊക്കെ വിമാനത്തിലെ ജീവനക്കാർ വിവരം അറിയിച്ചത് എന്തോ സാങ്കേതിക പ്രശ്നം കാണിക്കുന്നുണ്ട്, വിമാനം അടിയന്തരമായി തന്നെ ഇപ്പോൾ തിരികെ മടങ്ങുകയാണ് അമേരിക്കയിലേക്ക് എന്ന്. അങ്ങനെ അവിടുത്തെ ഒരു എയർഫോഴ്സ് സ്റ്റേഷനിൽ പെട്ടെന്ന് തന്നെ വിമാനം തിരികെ എത്തിച്ചു, ലാൻഡ് ചെയ്തു. ആർക്കും കുഴപ്പമൊന്നുമില്ല. ട്രംപ് മറ്റൊരു വിമാനത്തിൽ കയറി ലാവോസിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഒപ്പം മാധ്യമപ്രവർത്തകരും പോയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വിമാനങ്ങൾക്ക്, അതായത് ലോകത്ത് ഏറ്റവും സുരക്ഷ ആവശ്യമുള്ള വ്യക്തിക്ക് പോലും ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഈ വിമാനത്തിൻ്റെ കാലപ്പഴക്കം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്ന ഈ 2 എയർഫോഴ്സ് 1 വിമാനങ്ങളും 40 വർഷത്തോളം പഴക്കമുള്ളതാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. 40 വർഷം പഴക്കമുള്ള വിമാനമാണെങ്കിൽ പോലും അവരത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട്. ഇതിന് മൂന്നാമതൊരു വിമാനം പ്രസിഡന്റിന് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ ഈ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ അതിലേക്ക് മാറ്റേണ്ടി വരും. അതായത് മിസൈൽ പ്രതിരോധ സംവിധാനം, അതുപോലെ റേഡിയേഷനിൽ നിന്നുള്ള രക്ഷ തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങൾ ഈ വിമാനങ്ങളിലുണ്ട്. ഇവയെല്ലാം തന്നെ ഒരു പുതിയ വിമാനത്തിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കഴിഞ്ഞ വർഷം ഖത്തറിലെ രാജകുടുംബം ഡൊണാൾഡ് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സമ്മാനമായി ഒരു ബോയിങ് വിമാനം നൽകിയിരുന്നു. അത് വേണമെങ്കിൽ ഭാവിയിൽ എയർഫോഴ്സ് 1 വിമാനമായി ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് അന്ന് പലരും പറഞ്ഞിരുന്നത്. പക്ഷേ ആ വിമാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞത് ആ വിമാനം ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ബോയിങ് കമ്പനിയെക്കുറിച്ച് നമുക്കറിയാം, അത് അമേരിക്കയിലെ തന്നെ ലോകപ്രശസ്തമായ വിമാന കമ്പനിയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിമാനങ്ങൾ തയ്യാറാക്കുന്നതൊക്കെ തന്നെ ബോയിങ്ങാണ്. പക്ഷേ അവർക്ക് പോലും ശരിക്കും പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ 40 വർഷം പഴക്കമുള്ള വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം 40 വർഷം എന്ന് പറയുമ്പോൾ വിമാനത്തിൻ്റെ ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടാകാം. അതുപോലെ വിമാനത്തിൽ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾ, അതായത് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഉപകരണങ്ങൾ ഒരുപാടെണ്ണം ഈ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവയെ എടുത്ത് പെട്ടെന്ന് മാറ്റുക അല്ലെങ്കിൽ ഇവയ്ക്ക് പകരമുള്ള ബദൽ സംവിധാനം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ചെയ്യാവുന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ ഒരു പുതിയ വിമാനം തന്നെ ബോയിങ് കമ്പനിയോട് പറഞ്ഞു. പക്ഷേ അത് നിർമ്മിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി നിർമ്മിക്കുന്ന വിമാനം എന്നുള്ള നിലയിൽ ഈ മേൽപ്പറഞ്ഞ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇതിലും ഘടിപ്പിക്കേണ്ടി വരും. അതിനൊരുപാട് സമയമെടുക്കും. ഖത്തർ രാജകുടുംബം സമ്മാനിച്ച വിമാനം ഒരു വലിയ വിമാനം തന്നെയാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ തന്നെ നിർമ്മിച്ച, ഗവൺമെൻറ് ഓർഡർ ചെയ്ത് നിർമ്മിച്ച വിമാനത്തിലായിരിക്കും എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്നത്. ഏതായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതേക്കുറിച്ച് നിലവിലൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ലാവോസിൽ നടക്കുന്ന ഉച്ചകോടി പങ്കെടുക്കാൻ സമയമായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ മറ്റൊരു വിമാനത്തിൽ കയറി പോയത്. ഈ വിമാനം ഒരു ചെറിയ ബോയിങ് വിമാനമാണ്. ഇത് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വിമാനം തന്നെയാണ്. പക്ഷേ അമേരിക്കയ്ക്കുള്ളിൽ ചെറിയ ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വിമാനമാണ്. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് തന്നെ ഈ ചെറിയ വിമാനത്തിൽ കയറി ലാവോസിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തെ നമ്മൾ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന വിമാനങ്ങൾ പോലും അത്ര സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിമാനത്തിന് ഇലക്ട്രിക്കൽ തകരാറുണ്ടായി എന്നാണ് ആദ്യം പുറത്തു വരുന്ന വിവരങ്ങൾ. യഥാർത്ഥത്തിൽ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം അമേരിക്കൻ സർക്കാർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇനി അത് കണ്ടുപിടിക്കപ്പെട്ടാലും അതെന്താണെന്ന് അവർ വെളിപ്പെടുത്തുകയുമില്ല. കാരണം അത് അമേരിക്കയുടെ സുരക്ഷയുടെ കൂടി ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ ഭരണാധികാരികൾ ഉപയോഗിക്കുന്ന വിമാനങ്ങളൊക്കെ തന്നെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് സ്വാഭാവികമായ സംശയം വരും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ് പ്രധാനമന്ത്രിക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വിമാനങ്ങൾ, പ്രത്യേകം തയ്യാറാക്കിയ വിമാനങ്ങൾ വലിയ കാലപ്പഴക്കമുള്ളതല്ല. അത് വളരെ അത്യന്താധുനിക സംവിധാനങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ വളരെ സുരക്ഷ ഉറപ്പാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വിമാനത്തിന് 40 വർഷം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായും അതിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ ഉയരുകയാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് ആണ് പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുമായിരിക്കും. കാരണം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരമാവധി അധികാരം ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള 2 വിമാനങ്ങൾക്ക് പുറമെ അതിൻ്റെ കാലപ്പഴക്കം കണക്കിലെടുത്ത് പുതിയ വിമാനം അടിയന്തരമായി നിർമ്മിക്കാൻ ബോയിങ് കമ്പനിയോട് ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ നിലവിലുള്ള ഈ 40 വർഷം പഴക്കമുള്ള ഈ വിമാനങ്ങളും അത്രത്തോളം സുരക്ഷിതമാണോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി ഉയരുന്നത്.